ഇന്ന് മകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. സ്തോത്രം പറയാത്ത അങ്ങനെയാണെങ്കിൽ ഇന്ന് മകൾ 93-ാം സങ്കീർത്തനം അനുഗ്രഹീതമായ ഒരു സങ്കീർത്തനം. അവിടെ ഇങ്ങനെ പറയുന്നു, യഹോവ വാഴും, അവൻ മഹിമ ധരിച്ചിരിക്കുന്നു. അവൻ വാഴുന്നു, അവൻ മഹിമ ധരിച്ചിരിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, യഹോവ ബലം ധരിച്ച അരയ്ക്ക് കെട്ടിയിരിക്കുന്നു, തന്മൂലം ഭൂലോകം ഇളകാതെ ഉറച്ചു നിൽക്കും. ഏതൊക്കെ പ്രശ്നത്തിന്റെ കൊടുങ്കാറ്റുകൾ നമ്മുടെ നേരെ ആഞ്ഞടിച്ചാലും ആ പ്രശ്നങ്ങളെക്കാൾ വലിയവനായി നാം ദൈവത്തെ കണ്ടാൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാം. ഞാൻ കഴിഞ്ഞ ദിവസം രാവിലെ ഒരു പ്രിയപ്പെട്ട സഹോദരി എന്നെ വിളിച്ചിരിക്കുന്നത് പറഞ്ഞു, പാസ്റ്ററെ എന്നെ ഓർമ്മയുണ്ടോ? ഞാൻ കഴിഞ്ഞ ആഴ്ച പാസ്റ്ററിനെ ഫോൺ വിളിച്ചതാണ്. എന്റെ ഭർത്താവ് ആരാധനയ്ക്ക് എന്നെ വിടാതെ പ്രാർത്ഥനയിൽ കെട്ടപ്പെട്ടൊരു അന്തരീക്ഷം. ഒന്ന്, ഞങ്ങൾക്ക് ഭവനമില്ല, കടഭാരത്താൽ ഞങ്ങൾ മുങ്ങിയിരിക്കുന്നു. 2, എന്റെ ഭർത്താവ് ആരാധനയ്ക്ക് വില കൊടുക്കുന്നില്ല, പ്രാർത്ഥനയ്ക്ക് വരുന്നില്ല. എന്റെ ഹസ്ബൻഡ് ഒരു ഡ്രൈവറാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ കഴിയുന്നില്ല. താൻ പറഞ്ഞ പ്രശ്നമെല്ലാം മാറിയിട്ട് ഞാൻ യേശുവിനെ ആരാധിക്കാം, അതുവരെ നീ വിളിക്കരുത്. നിനക്ക് ഇഷ്ടമുള്ളത് പോയി ആരാധിച്ചോ, ഞാൻ തടസ്സം പറഞ്ഞില്ല. ഈ പ്രിയപ്പെട്ട സഹോദരി നമ്മുടെ പൗരുഷൻ പ്രോഗ്രാം കണ്ട് എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ കർത്താവിന്റെ നാമത്തിൽ ഇങ്ങനെ പറഞ്ഞു, ദൈവമേ, അദ്ദേഹം 1ാമത് ആരാധനയ്ക്ക് വില കൊടുക്കുവാൻ ഞങ്ങൾ വചനമായി. തന്മൂലം തന്നെ മാനസിക പ്രയാസങ്ങൾ നീങ്ങി. കർത്താവേ, അടുത്ത ദിവസങ്ങളിൽ ഇവൻ ജലത്തിൽ സ്നാനമേറ്റ് ദൈവത്തെ ഉയർത്തുവാൻ സഹായിക്കണം. ആമേൻ പറഞ്ഞു. ഈ സഹോദരി ഏകനടിച്ച് പ്രാർത്ഥന നിർത്തി. സ്തോത്രം. ഞാൻ പറഞ്ഞു, സഹോദരി വിശ്വസിച്ചു, സ്വർഗത്തിലെ ദൈവം നീ അനുഗ്രഹിക്കാം. ഞാൻ ഇങ്ങനെ പറയാം, ഇന്നലെ പ്രഭാതയാമത്തിൽ സ്തോത്രം ഈ പ്രിയപ്പെട്ട സഹോദരി എന്നെ വിളിച്ചു പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ആഴ്ചക്ക് മുമ്പ് പാസ്റ്ററിനെ വിളിച്ചായിരുന്നു. ഈ ആഴ്ച പ്രോഗ്രാം ഉണ്ട്, പക്ഷെ ഈ ആഴ്ച ഞാൻ പാസ്റ്ററിനെ വിളിക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. പാസ്റ്ററെ സ്തോത്രം, ഞാൻ ആ പ്രോഗ്രാം കണ്ട് വിളിച്ച ഉടനെ എനിക്ക് പാസ്റ്ററെ കിട്ടിയെന്ന് മാത്രമല്ല, 2 ദിവസമെടുത്തിൽ എന്റെ പ്രിയപ്പെട്ടവൻ മാനസാന്തരപ്പെട്ട് പറഞ്ഞു, നീ പോകുന്ന ചർച്ചിലേക്ക് എനിക്ക് കർത്താവിന്റെ ദാസനെ കാണണം, എനിക്ക് ദൈവത്തിന്റെ ദാസനെ ഒന്ന് പോയി കാണണം, എനിക്ക് അദ്ദേഹത്തോട് സംസാരിക്കണം. ഇന്ന് ഞാൻ സന്തോഷം പറയട്ടെ, ഈ ആഴ്ച പ്രിയപ്പെട്ടവൻ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, എന്റെ ഭർത്താവ് സ്നാനപ്പെട്ടു ദൈവഭാഗത്ത് വേർതിരിഞ്ഞു. ഞങ്ങളുടെ പ്രശ്നത്തെക്കാൾ വലിയവനായിരിക്കുന്ന ദൈവത്തെ ഞങ്ങൾ മുഖാമുഖം കണ്ടപ്പോ എന്റെ പ്രിയപ്പെട്ടവൻ ഇങ്ങനെ പറഞ്ഞു, നമുക്ക് ഇത്രയൊക്കെ സംഭവിച്ചത് യേശുവിനെ അറിയാനാണ്. എനിക്ക് പോയി കണ്ടെന്ന് പറഞ്ഞതിന് അപ്പുറത്തുള്ള സന്തോഷം തോന്നറിയാമോ? ആ പ്രിയപ്പെട്ടവൻ അവിടെ ചെന്നിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞു, സ്തോത്രം പാസ്റ്റേ, സ്തോത്രം, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്തോ ചെയ്യണം? സ്തോത്രം. പാസ്റ്റർ ഒറ്റ വാക്ക് പറഞ്ഞു, സ്തോത്രം വിളിച്ചല്ലോ. ഒരു ഇസ്രായേൽ ഒരുമിച്ച് വാഴാൻ പറ്റത്തില്ല. വാഴുവാണെങ്കിൽ 2 ഇസ്രായേലായി വാഴണം. ഇല്ലെങ്കിൽ സ്തോത്രം വിളിച്ച നിന്റെ ഭാര്യ വന്ന് ആരാധിക്കുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. സ്തോത്രം. ഈ പ്രിയപ്പെട്ടവന്റെ ഉള്ളിന്റെ ഉള്ളിൽ വെമ്പലുകൾ കൊണ്ടുവരിക്കുക, ഒരപകർഷത ബോധം കൊണ്ട് സ്തോത്രം രക്ഷയിലേക്ക് വരാൻ. എന്നാൽ ഈ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ ഈ പ്രിയപ്പെട്ടവൻ പാസ്റ്റർ പറഞ്ഞു, എനിക്ക് കർത്താവിന്റെ കൽപ്പന സ്വീകരിക്കണം. ഈ ആഴ്ച ഒരു പ്രോഗ്രാം കാണുമ്പോൾ ഞാൻ ഈ സന്തോഷം പറയട്ടെ, ആ പ്രിയപ്പെട്ടവൻ ദൈവകൽപ്പന സ്വീകരിച്ച് ആരാധനകൾ പോയിക്കൊണ്ട് സ്തോത്രം ദൈവത്തെ ബന്ധപ്പെടുന്നതിനിടയിൽ തീർന്നു. ഞാൻ പറയാൻ നാം ഇവിടെ സന്തോഷിക്കുമ്പോൾ ആ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഉള്ളം സന്തോഷിക്കുക, ആനന്ദിക്കുക. എന്താണെന്നറിയാമോ? ഒറ്റയ്ക്ക് പോയ സ്ഥാനത്ത് കുടുംബമായി പോയി ആരാധിക്കുവാൻ ദൈവം കൊടുക്കുന്ന ഭാഗ്യങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്നുവരെ ആരാധനയ്ക്കകത്ത് ഒറ്റപ്പെട്ട് കടന്നു വരുന്ന, ഒറ്റയ്ക്ക് ആരാധനയ്ക്ക് വരുന്ന സകല ജീവിതങ്ങൾക്ക് വേണ്ടി ഇന്നുവരെ പരിശുദ്ധങ്ങൾ പ്രാർത്ഥിക്കുന്നു. നീ വാഴുന്നു, നീ മഹിമ ധരിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ചർച്ചിനകത്ത് ഒറ്റപ്പെട്ട് കടന്നു വരുന്ന ഭവനത്തിരുന്നുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഒറ്റയ്ക്ക് വിടുന്ന കർത്താവേ സ്തോത്രം ജീവിതത്തെ ഇന്ന് പകൽ ദൈവം തുടരണമേ, അവരെ മടക്കി വിളിക്കണമേ. അടുത്ത ദിവസങ്ങളിൽ എന്നോട് സ്തോത്രം സാക്ഷ്യപ്പെടുത്തിയ എന്റെ സഹോദരിയെ പോലെ ആ പ്രിയപ്പെട്ടവർക്ക് സന്തോഷിപ്പാൻ വക കൊടുത്തതുപോലെ എന്റെ ചർച്ചയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ദൈവം അങ്ങനെ ചെയ്യാൻ പോകുന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുകയാണ്. ഹല്ലേലൂയ. സ്വർഗ്ഗത്തിൽ ദൈവം ചെയ്യാം. ആമേൻ. സ്തോത്രം പറയാൻ പറ്റുമോ? സ്തോത്രം പറയാൻ പറ്റുമോ? സ്തോത്രം പറയാൻ പറ്റുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ നമ്മുടെ ദൈവം ജീവിക്കുക, വലിയ വലിയ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് അവിടങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ചെയ്യുന്നതിനായി സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ പ്രിയപ്പെട്ട സഹോദരി വിളിച്ചിട്ട് ഈ പ്രോഗ്രാം കണ്ടിട്ട് ഒരു ഫാസ്റ്റ് എന്റെ വസ്തുവിന്റെ വില നിശ്ചയിക്കണമെന്ന്. ഞാൻ ഞെട്ടിപ്പോയി. എന്റെ കർത്താവേ, എന്റെ വീട് കൊടുക്കാൻ പോവാ. ഫാസ്റ്റ് ആത്മാവിൽ പ്രാർത്ഥിച്ചിട്ട് വില പറയാൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർമാരിൽ പ്രതീക്ഷിക്കുന്ന എപ്പോഴും നല്ല തുകയായിരിക്കും. സ്തോത്രം പറഞ്ഞാൽ. ഹല്ലേലൂയ. ഞാൻ പ്രിയപ്പെട്ട സഹോദരി, സ്തോത്രം, പേര് പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരിയോട് പരിശുദ്ധാത്മാവിൽ പറഞ്ഞിട്ട് ഞാൻ ഞായറാഴ്ചത്തെ ആരാധന കഴിഞ്ഞിട്ട് സഹോദരിയെ വിളിക്കുക, ഞാൻ നിങ്ങളുടെ വസ്തുവിന് വിലയിടുന്നതായിരിക്കും. സ്തോത്രം. ഞാനിവിടെ ആരാധിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരിയുടെ നോട്ടാണ് എന്റെ പേര്. സ്തോത്രം ബുക്കിനാണ് ആ വിഷയം സംബന്ധിച്ച് പരിശുദ്ധാത്മാവ് പറയുന്ന വിലയിൽ അവർ കൊടുക്കാൻ പോവാ. സ്വത്രം പറഞ്ഞാൽ വില കുറച്ചാൽ ഞാൻ ഇങ്ങനെ എടുക്കാൻ പോവാ. ഹലോ, എല്ലാവരും ഉള്ളൊരു ഇല്ല, ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. നിങ്ങൾ വാങ്ങിച്ചു തരുന്നിടത്തെ വാങ്ങിച്ചു താമസിക്കുന്നു. നമ്മുടെ ജീവോത്സവമായി കൊടുത്തും സ്വത്രം പറഞ്ഞാട്ട് അങ്ങനെ അനുഗ്രഹിക്കുന്ന നിലവാരത്തിൽ നാം ദൈവത്തെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ രാത്രിയിൽ ഒരു ഭവനത്തിൽ കടന്നു. സ്തോത്രം. അതോട് ചുരുക്കമായി സ്തോത്രം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക. ഞാൻ വീട്ടിൽ കടന്നു പ്രാർത്ഥിക്കാൻ, സുവിശേഷം കർത്താവിൽ പ്രസംഗിച്ചു പറയാൻ. ഞാൻ സഹോദരനൊക്കെ ദീർഘമായ യാത്ര കഴിഞ്ഞിട്ട് ഞങ്ങളുടെ സുരേഷിന്റെ നിർബന്ധപ്രകാരം ഭവനത്തിൽ കടന്നു. ഞാൻ ആ സഹോദരനിക്ക് വന്ന് സ്തോത്രം വരുവാണെങ്കിൽ ഞായറാഴ്ചത്തെ ആരാധനയ്ക്ക് വന്നാൽ മതി, വ്യാഴാഴ്ചത്തേക്ക് വരണ്ട. സ്തോത്രം. നിന്നെ ദൈവം ആഗ്രഹിക്കുന്ന ആ ആരാധനയാണ്. ഈശോ ആ സഹോദരൻ ഇങ്ങനെ പറഞ്ഞു, എന്റെ പൊന്നു പാസ്റ്റർ എന്നോട് വേറൊരു പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടെ പോകാത്ത. ഞാൻ പറഞ്ഞു, പോയില്ലേ കുഴപ്പമില്ല, ഞങ്ങളുടെ വന്നില്ലെങ്കിൽ കുഴപ്പമില്ല, വരുവാണെങ്കിൽ ഞായറാഴ്ച ഉണ്ടാവും. സ്തോത്രം. കാരണം വീട്ടിലെ പ്രശ്നം അത്രമാത്രം പ്രശ്നം സംഭവം. ഞങ്ങളെ വീട്ടിൽ ചെന്ന് കാറിൽ വെച്ച് സ്തോത്രം 2 മിനിറ്റ് കഴിയുമ്പോൾ അടുക്കളയിൽ പടപടാന്ന് പാത്രങ്ങളാണ്. എന്നുവെച്ചാൽ അകത്തൊരു ശബ്ദം. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു സാധനമാണ് പൂച്ച. അവിടുത്തെ പൂച്ച ഞാൻ ഈ കർത്താവിൽ ആ ഭവനത്തിലുള്ള പ്രിയപ്പെട്ടവരോട് ഇവരെയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വന്തം ഏറ്റവും കൂടുതൽ സാബുനോട് വിശ്വസിക്കും. ഇവരെ ആരെയും നോക്കാതെ പൂച്ച എന്ത് ചെയ്യുന്നത് എന്നെ ചാരി നിൽക്കും, അങ്ങോട്ട് നോക്കി. എനിക്ക് മനസ്സിലായി സ്തോത്രം. സുവിശേഷം പറയാൻ ആ ഭവനത്തിനകത്ത് ദൈവ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ തടസ്സമിട്ട് ഒരു പോരാട്ടം ആടുകൊണ്ടിരിക്കുക. ഞാൻ നിങ്ങളോട് സ്തോത്രം. ഞാൻ ഇങ്ങനെ പറയാം, ഞാൻ ആ പ്രിയപ്പെട്ട സഹോദരനോട് പറഞ്ഞു സ്തോത്രം. എന്നെ ഇങ്ങനെ ഞാൻ എന്റെ മുഖത്ത് എത്തിച്ചപ്പോ കുഞ്ഞിനോട് പറഞ്ഞു സ്തോത്രം, സ്ഥലം പൂച്ചയെടുത്ത് മാറ്റാൻ പറഞ്ഞു. പൂച്ചയെടുത്ത് മാറ്റി പുറത്തുകൊണ്ട് കളഞ്ഞു. 2 മിനിറ്റ് കഴിഞ്ഞപ്പോ സ്തോത്രം പൂച്ച പിന്നെ വന്നിവിടെ ഇരിക്കുക. വീണ്ടും വന്ന് ചാരി വീണ്ടും കൊണ്ടുവന്ന് എന്നെ പുറത്ത് കളഞ്ഞു. സ്തോത്രം. 3ാമത് കയറി എന്റെ മടി കയറിയിരുന്നു. 4ാമത്തെ കഥന്റെ സ്തോത്രം. ഞാൻ പറഞ്ഞു ഇത് വല്ലാത്ത ശല്യം. അപ്പൊ ഞാൻ പറഞ്ഞു ഇതല്ലേ ഒരു പിശാചിന്റെ പ്രവൃത്തിയാണ്. നമുക്ക് മനസ്സിലായി. കാരണം സുവിശേഷം ഇവർ കേൾക്കരുത്. നമുക്ക് ചില വീട്ടിൽ ചിലപ്പോൾ വസ്തുത ചാടും, ചിലപ്പോൾ കുഞ്ഞുങ്ങൾ കരയും, അസഹ്യമായി കരയും, പെട്ടെന്ന് കരണ്ട് പോകും, കരണ്ട് വരും, ഫോൺ വരും. സ്തോത്രം. ഇവിടെ പൂച്ചയുടെ സംഭവമാണ്. പൂച്ചയെ അകത്തെ മുറിയിലിട്ട് ഞങ്ങളുടെ സാമ്പ്രദായ ആ റൂമിനോട് ചേർന്ന് ഇങ്ങനെ ഇരിക്കുക. കഥ പടച്ചു. പൂച്ച മുറിക്കാതിരിക്കുക. പൂച്ച ഞാൻ പറയട്ടെ സ്തോത്രം, മനുഷ്യനെക്കാളും ബലത്തോടെ തുറക്കുന്ന കടിച്ചു തുറക്കുക. സ്വത്രം. ഞാൻ പ്രസംഗിച്ചില്ലേ പറഞ്ഞേ സ്വത്രം. പ്രീശല്ലോ. ഞാൻ അവിടെ നിന്ന് അത്ഭുതപ്പെട്ടു. എടാ, ഇവിടെയും പോകുന്ന പൂച്ചയുടെ മേളിൽ ശാൽവല്ല കയറിയാൽ ഇതിന്റെ ആ ശക്തി നോക്കി കഥ പിടിച്ചതെയോ തന്റെ ഇടത്തോട് ഇങ്ങോട്ട് വലിക്കുക, ഇങ്ങനെ തുറക്കുക. സ്വത്രം. പ്രീശല്ലോ. പ്രീശല്ലോ. എന്നാൽ വരുന്നവരെ ഞാൻ ഇങ്ങനെ പറയും, കർത്താവേ എന്റെ സഹോദരന് ബലം കൊടുക്കണേ, മോശയുടെ കൈ ഉയർന്ന പോലെ. സ്വത്രം. ആ പൂച്ചയെ പുറത്തു വിടാതെ പിടിച്ചിരുത്തിയേ മുറിക്കാൻ കൂട്ടി. ഞാൻ ദൈവമക്കളോട് കാര്യം പറയാം. സ്തോത്രം. ഇന്ന് രാവിലെ കർത്താവിന്റെ കൃപയാൽ ഇന്നലെ രാത്രി എന്റെ കൂടെ ബൈപാസ് ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ സ്തോത്രം ഞങ്ങൾ ഷെയർ സംസാരിച്ചുകൊണ്ടപ്പോൾ ഞാൻ സ്തോത്രം ബൈപാസ് നിരത്തോട്ട് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, എന്റെ പാസ്റ്ററെ സ്തോത്രം, അവിടെ ദൈവവചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എന്റെ ഉള്ളം കത്തുകയായിരുന്നു. ഞാൻ ആത്മനിറം അനുഭവിക്കുകയായിരുന്നു. സംശയം നിങ്ങൾ ബൈപാസിനോട് ചോദിച്ചാൽ മതി. സ്തോത്രം. ഞാൻ അവിടെ സ്തോത്രം ഒരു പ്രത്യേകമായ തലത്തിൽ എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഇവിടെ വന്നപ്പോ. പക്ഷെ സ്തോത്രം ഓരോ വാക്ക് പാസ്റ്റർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ, ജോലി ബ്രദർ ആ ഭവനത്തോട് സംസാരിച്ചിരുന്നപ്പോ എന്റെ അകത്തേക്ക് ദൈവശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സ്തോത്രം. എനിക്ക് മനസ്സിലായി. തനിക്ക് പറഞ്ഞ സ്തോത്രം. നമുക്ക് മനസ്സിലായി സ്തോത്രം. അവിടെ ആ പൂച്ചയുടെ മേൽ വ്യാപരിച്ചത് ആ ഭവനത്തിലുള്ള വ്യക്തിയുടെ ഏകാഗ്രത നഷ്ടപ്പെടുത്തണമെന്ന്. ഞങ്ങൾക്ക് പറഞ്ഞു പാസ്റ്റർ സ്തോത്രം, നമ്മളെ ദൈവം വിട്ടെങ്കിൽ സ്തോത്രം ഒരു കാര്യം സത്യമാണ്. ഒന്നെങ്കിൽ അവൻ രക്ഷയിലേക്ക് വരും, അല്ലെങ്കിൽ സ്തോത്രം സുവിശേഷം അനുസരിക്കാത്തവന്റെ നിലവാരത്തെ കുറിച്ച് വേദപുസ്തകം പറഞ്ഞ പോലെ ശത്രുവിനെ വാദിച്ചുകൊണ്ടിരിക്കുക.
ഇന്ന് പകൽ കുടുംബം രക്ഷയിലേക്ക് വരാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? പരിശുദ്ധ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് സാമൂഹിന് വേണ്ടി, ഷൈനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നസറേനായ യേശു നാമത്തിൽ ആരാധനയ്ക്ക് വില കൊടുക്കുവാൻ, ഞങ്ങളുടെ സുരേഷ് മോന്റെ കൂടെ മുമ്പിൽ നിന്ന് ആരാധിക്കുവാൻ, ദൈവത്തിന്റെ ആത്മ ഞങ്ങളുടെ ജോബിമോന്റെ കൂടെ മുമ്പിൽ നിന്ന് ആരാധിക്കുവാൻ, മക്കളിലായിരിക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കുടുംബത്തിന്റെ കൂടെ നിൽക്കുവാൻ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ അവകാശം പറയുകയാണ്. ദൈവപ്രവൃത്തി വെളിപ്പെടുത്തും യേശുവിൻ നാമത്തിൽ തന്നെ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിലെ സ്തോത്രം. പെട്ടെന്ന് പറയട്ടെ, ഇവിടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞു, യഹോവ വാഴുന്നവൻ മഹിമ ധരിച്ചിരിക്കുന്ന, യഹോവ ബലം ധരിച്ച് അരക്ക് കെട്ടിയിരിക്കുന്നു, അതുകൊണ്ട് ഭൂലോകം ഇളകാതെ ഉറച്ചു നിൽക്കുന്നു. രണ്ടാമത്തെ വാക്യം ഇങ്ങനെ വായിച്ചു, ദൈവത്തിന്റെ സിംഹാസനത്തിന് സ്ഥിരതയോടുള്ള സിംഹാസനം. ഈ സിംഹാസനം ഒരിക്കൽ ലൂസിയൻ ആഗ്രഹിച്ചത്. ലൂസിയൻ പറഞ്ഞു, ഈ സിംഹാസനത്തിന് മേളിൽ കയറി ഞാൻ സിംഹാസനം പണിഞ്ഞാൽ എനിക്കെന്ത് ചെയ്യാം? ഈ സിംഹാസനത്തെക്കാട്ടിൽ ഉയർന്ന പദവി ആയതുകൊണ്ട് യഹോവയാകുന്ന ദൈവം എന്നെ ആരാധിക്കും. ഈ ഒരു ആഗ്രഹം അകത്ത് വന്നപ്പോൾ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? വെട്ടിക്കളഞ്ഞ അർത്ഥം എന്നത് മർമ്മമുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം തലയോളം വളരാൻ ദൈവം നമുക്ക് അനുവാദം തരുമ്പോ തലയുടെ മേളി വളരാൻ ദൈവം അനുവദിക്കുന്നില്ല. സ്വത്രം പറഞ്ഞാട്ട് എപ്പോഴും ശുശ്രൂഷയുടെ പദവി അലങ്കരിക്കും. ഒരു കാര്യം ഓർക്കുക, ഞാനും നിങ്ങൾ പറഞ്ഞിരിക്കേണ്ട സത്യം, നമ്മുടെ ദൈവം വാഴുക. ഏതൊരു വിഷയത്തിന് നടുവിൽ എത്തിവിടും. പിശാചല്ല വാഴുന്നു. എന്റെ വീട്ടിൽ ആര് വാഴുന്നു? യഹോവ വാഴുന്നു, യേശു വാഴുന്നു, അവൻ മഹിമ ധരിച്ചിരിക്കുന്നു. എന്നെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. കാരണം എന്റെ കൂടെ വാഴുന്നവൻ ആരാ? ദൈവമാ. ക്രിസ്തലോ. എന്നിട്ട് അതിന്റെ 2 വാക്യം കഴിഞ്ഞിട്ട് ഇങ്ങനെ വായിച്ചു, പ്രവാഹങ്ങൾ ഉയർത്തുന്നു, പ്രവാഹങ്ങൾ ശബ്ദം ഉയർത്തുന്നു, പ്രവാഹങ്ങൾ തിരമാലകളെ ഉയർത്തുന്നു. സമുദ്രത്തിലെ വൻതിരമാലകളായ പെരുവെള്ളങ്ങളുടെ മുഴക്കത്തെക്കാളും ഉയരത്തിലെ യഹോവ മഹിമയുള്ളവൻ. നിന്റെ സാക്ഷ്യങ്ങൾ പ്രശ്നം നിന്റെ മേൽ ആവർത്തിച്ച് അല തല്ലുമ്പോ അതിനെ നോക്കിയിട്ട് ഇങ്ങനെ പറയണം, നിന്നേക്കാൾ വലിയവൻ എന്റെ കൂടെ നിൽക്കുന്നവൻ. നിന്നേക്കാൾ വലിയവനായി എന്റെ കൂടെ നിൽക്കുന്നത്. പ്രശ്നത്തെ ഞാൻ പ്രശ്നമായി കാണാതിരിക്കാൻ എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ പറയാം, ഒറ്റ വാക്ക് ഞാൻ ഇങ്ങനെ ഞാനതിനെ ഫിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒരു പ്രശ്നം നിങ്ങളുടെ നേരെ കടന്നു വരുമ്പോൾ നിങ്ങൾ പറഞ്ഞ ഒരു നീക്കുപോക്കം വന്നിട്ടുണ്ട്. വേറെ ദിവസം പറഞ്ഞു, ഒരു വിശ്വാസിയുടെ നേരെ പരിശോധന വന്നാൽ 1 കൊരിന്ത്യർ 10:13 വാക്യം പറഞ്ഞു. 1 കൊരിന്ത്യർ 10:13, മനുഷ്യനും അടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടത്തില്ല, ദൈവം വിശ്വസ്തൻ. അടുത്തിരിക്കുന്നത് നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. ജനമേ, നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. സ്തോത്രം. ജനമേ, നമ്മുടെ ദൈവം വിശ്വസ്തനാ. സ്തോത്രം. എന്റെ മകളെ, ദൈവം നമ്മുടെ ദൈവം വിശ്വസ്തനാ. സ്തോത്രം. നമ്മുടെ ദൈവം വിശ്വസ്തനാ. നമ്മുടെ ദൈവം വിശ്വസ്തനാ. സ്തോത്രം. ദൈവമേ, നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവത്തിന് തമ്മിലാ നാം വന്നിരിക്കുന്നത്. എന്താ വിശ്വസ്തത അറിയാവോ? അവൻ പരീക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ, നീ പരീക്ഷിക്കപ്പെടുമ്പോ തന്നെ ഒരു പോക്കുവഴി നീ അറിയാതെ അതിന്റെ അപ്പുറത്ത് ദൈവം വെച്ചിട്ടുണ്ട്. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? നിങ്ങൾക്ക് നടപ്പല്ലാത്ത പരീക്ഷ വന്നിട്ടില്ല. ഒരു പ്രശ്നം വന്നാൽ ഒരു പോക്കുവഴി ദൈവം നിനക്ക് മുമ്പിൽ വെച്ചിട്ടല്ലാതെ ദൈവം നിന്നെ പരീക്ഷിക്കത്തില്ല. എന്റെ യേശു വാഴുന്നു, അവൻ മഹിമ ധരിച്ചിരിക്കുന്നു. സമുദ്രങ്ങളുടെ മധ്യമാലകളെ കാട്ടിലും എന്റെ ദൈവം മഹിമയുള്ളവനാ. എന്തുകൊണ്ടെന്നാ ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ ഞാൻ ഇങ്ങനെ പറയാം. ആ ഒറ്റ വാക്ക്, എനിക്ക് പ്രശ്നം വരുമ്പോ പ്രശ്നത്തിനപ്പുറത്തൊരു പോക്ക് വഴി ദൈവം കണ്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ വിശ്വസ്ത പുലർത്തിയാണ്. എന്താ നമ്മുടെ വിശ്വസ്ത അറിയാമോ? ഇത്രയൊക്കെ വിളിക്കട്ടെ, ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട്, ഇത്രയൊക്കെ കരഞ്ഞിട്ടും 1-3 പ്രാവശ്യം പാസ്റ്ററെ കൈവച്ചിട്ട് എന്റെ പ്രശ്നത്തിനൊരു മാറ്റവും. ഇനി ഞാൻ ഏത് ദൈവദാസന്റെ അടുത്ത് പോകും? പാസ്റ്ററെ 7 കഴിഞ്ഞു, 21 കഴിഞ്ഞു, 40 കഴിഞ്ഞു. വേദപുസ്തകത്തിൽ ഇതിന്റെ മേലെ വല്ല ഉപവാസം പറഞ്ഞിട്ടുണ്ടോ? വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. കണ്ടപ്പേര് ഭാവിച്ച പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ കളിയാക്കളെ വേദപുസ്തകത്തിൽ 40 നിർത്തിയപ്പോ കണ്ടപ്പേരിൽ ഭാവിച്ച പറഞ്ഞു, ഇല്ല 100 ദിവസം ഉപസിക്കാൻ പോവാ. അപ്പൊ വേദപുസ്തകത്തിന് അപ്പുറത്ത് ഉള്ള ഒരാൾ നിങ്ങളോട് പോയി ചോദിച്ചാൽ ബാക്കി ഇവിടെ കിട്ടും.
Praise the Lord. 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 Hallelujah. 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 എന്റെ വാക്ക് ഇങ്ങനെ പറഞ്ഞ ദൈവത്തിലെ എനിക്ക് പ്രശ്നം വരുമ്പോ, പ്രതികൂലം വരുമ്പോ, പ്രതികൂലത്തിന്റെ കാറ്റ് വരുമ്പോ ഞാൻ ആ പ്രശ്നത്തിലാണ് നോക്കുന്നത്, പോക്ക് വഴിയിൽ എന്റെ നോട്ടം. ഞാൻ ദൈവത്തെ മുതൽ കർത്താവ് പ്രശ്നം വന്നു, പോക്ക് വഴി വിടാം. സ്വത്രം പ്രശ്നം വന്നു, പോക്ക് വഴി എവിടാ? സ്വത്രം പറഞ്ഞാട്ട് ഞാൻ പ്രശ്നത്തിനകത്ത് നിൽക്കുക, മുമ്പോട്ടും പുറകോട്ടും പോകാൻ കഴിയത്തില്ലെന്ന് പറയുമ്പോ ഞാൻ പറയാം, പോക്കുവഴി ചെങ്കടൽ തുറക്കുന്നതാ. പോക്കുവഴി ചെങ്കടൽ തുറക്കുന്നതാ എന്ന് വേണോട് ചേർന്ന് പറയും, ചേർന്നാമേ പറയും. യെരിഹോവിന് ചുറ്റും സോദോമിനെ വലയം ചെയ്യുമ്പോ പോക്കുവഴി എവിടെ ചോദിച്ചാൽ നീ ആർപ്പിടുന്നതാ ഒരു പോക്കുവഴി. എത്രവർക്ക് ഭാഷ മനസ്സിലാകുന്നുണ്ടോ? എന്റെ ദൈവം ഇന്ന് മകൻ ആഗ്രഹിക്കുന്നത്, സൈന്യങ്ങളുടെ ഹോമയെ ആഗ്രഹിക്കുന്നത്, ഫറവോനായ ദൈവം ആഗ്രഹിക്കുന്നത് പ്രശ്നങ്ങളൊക്കെ വലിയവരായി എന്റെ യേശുവിനെ കണ്ടാൽ, പ്രശ്നങ്ങളെക്കാൾ വലിയവനായ എന്റെ യേശുവിനെ കണ്ടാൽ പ്രശ്നങ്ങൾക്കകത്തൂടെ കടത്തി അത്ഭുതം ചെയ്യാതെയും ചെയ്യും. പ്രശ്നം നിൽക്കുകയാ, കല്ല് കിടക്കുകയാ. എന്തോ കല്ല്? വേദപുസ്തകം പറഞ്ഞു, നിന്നെ കാക്കേണ്ടതിന് നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിച്ചു. പോയിക്കൊണ്ടിരുന്നപ്പോൾ എന്റെ പ്രിയപ്പെട്ട ദൈവസഭയെ ദൈവവചനം പറയുന്നു, സ്തോത്രം, കല്ലുകൾ കിടക്കുകയാണ്. ഞാൻ പറഞ്ഞു, ദൈവമേ, ദൂതന്മാരെ കൽപ്പിച്ചിട്ടാണോ ഇവിടെ സ്തോത്രം കല്ലുകൾ കിടക്കുന്നത്? ദൈവം പറഞ്ഞാൽ പ്രശ്നം ഇവിടെ കിടക്കട്ടെ, പോക്ക് വഴിയിലേക്ക് നീ നോക്ക്. എന്താ പോക്ക് വഴി എന്നറിയാമോ? നിന്റെ കയ്യിൽ വഹിക്കുന്നതാ പോക്ക് വഴി. ഈ കല്ലവിടെ കിടന്നില്ലായിരുന്നെങ്കിൽ ഞാൻ സ്തോത്രം വെറുതെ നടന്നുപോയേ. പക്ഷെ ഈ കല്ലവിടെ കിടന്നുകൊണ്ട് ഒരു പോക്ക് വഴി ഞാൻ കാണുകയ. എന്താ പോക്ക് വഴി? എന്റെ ദൈവത്തിന്റെ കരങ്ങളിൽ എനിക്കായിരിക്കാൻ ദൈവത്തിന്റെ അവസരത്തിനായി. പറയാമോ? അപ്പൊ ഞാൻ പറയാം, നമ്മുടെ ഇവിടെ കല്ലുകൊണ്ടിട്ട് എന്തിനു വേണ്ടിയാണ്? കുറച്ച് ദിവസങ്ങളായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളെ എടുത്തോണ്ട് നടക്കണം. നമ്മൾ പറയും, കർത്താവ് കല്ലെല്ലാം പറയുമ്പോൾ ഞങ്ങൾ അങ്ങനെ സാധാരണ രീതി അങ്ങ് നടന്നു കൊടുക്കണം. ദൈവം പറയാം, അവിടെ കിടക്കട്ടെ, എനിക്ക് നിന്നെ എടുക്കാൻ ആഗ്രഹമുണ്ട്. അതവിടെ കിടന്നാലേ സ്വന്തം സാത്താൻ കാണുക എടുത്തോണ്ട് നടക്കാൻ കഴിയത്തുള്ളൂ. എത്ര പേർക്ക് ഭാഷ മനസ്സിലാകുന്നുണ്ട്? സ്വന്തം പ്രശ്നം അവിടെ കിടക്കുമ്പോ ഒരു പോക്ക് വഴി ദൈവം നിന്നെ കയ്യിലെടുക്കുന്നതാ. എത്ര പേർക്ക് ഭാഷ മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നവർ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ, മനസ്സിലാകുന്നവർ ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ, മനസ്സിലാകുന്നവർ ദൈവത്തിന് മുമ്പിൽ ഒരാൾപ്പിടട്ടെ. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. സ്തോത്രം പറയാൻ പറ്റുമോ? ഒരു വീട്ടിലെ കാനായിലെ കല്യാണത്തിന് നമുക്കറിയാം, യേശു ഉണ്ടായിരുന്നു. യേശു സാധാരണക്കാരനെ പോലെ ഇരുന്ന് നമ്മൾ പലവട്ടം വ്യാഖ്യാനിച്ചു. യേശുവിനെ ക്ഷണിച്ചിരുന്നു. യേശു സ്തോത്രം അതിഥികൾ ഇരിക്കുന്നിടത്ത് പോയിരുന്നു. യേശുവിന്റെ അമ്മ അകത്ത് കയറി പരിശോധിച്ചപ്പോ മനസ്സിലായി, ഇവിടെ എന്തോ ഇല്ല, വീഞ്ഞില്ല. ഇല്ലാത്ത കാര്യം അമ്മ ഒളിച്ചു വെച്ചില്ല. അമ്മ എന്തിനു പറയേണ്ടടത്ത് പറഞ്ഞു. അമ്മ ആദ്യം വന്ന് റിപ്പോർട്ട് ചെയ്തത് അമ്മേ സ്തോത്രം. അമ്മ പറഞ്ഞു, മോനെ മോനെ ഒരു കാര്യം അറിയാമോ, ഇവിടെ വീഞ്ഞില്ല. യേശു പറഞ്ഞു, സ്തോത്രം, എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. അമ്മച്ച് പോയി അവിടെ ഇരുന്നു. സ്തോത്രം. പക്ഷെ അമ്മ പോയി ഇരുന്നില്ല. അമ്മയ്ക്ക് ഈ സഹോദരിമാർക്ക് കാര്യമുണ്ട്, ഒരു കാര്യം, ഒരു ഇഷ്ടമുള്ള വീട്ടിലെ കാര്യം കേട്ട് കഴിഞ്ഞാൽ എങ്ങനെയും നടത്തി കൊണ്ടുവരണം എന്ത് ചെയ്യും? സ്തോത്രം. ആകത്തുക ഇങ്ങനെ മനപ്രയാസപ്പെട്ടിരിക്കുക. ഈ പ്രിയപ്പെട്ട സഹോദരി ശുശ്രൂഷക്കാരോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം, ഈ പ്രശ്നം ഇവിടെ കിടക്കട്ടെ. അതുകൊണ്ട് പ്രശ്നത്തിന്റെ പരിഹാരം ഇരിക്കുന്നേ. അതാരത്? എന്റെ മോന. പക്ഷെ അമ്മയുടെ ഹൃദയത്തിനകത്ത് സംഗ്രഹിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇവൻ ദൈവപുത്രനാ. ഞാൻ പുരുഷനെ അറിയാൻ ഇതെങ്ങനെ സംഭവിക്കും? അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിലനിൽക്കും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ആകയാൽ നിങ്ങൾ ഉത്ഭവിക്കുന്നത് വിശുദ്ധ പ്രതിയായിരിക്കും. അമ്മയ്ക്കറിയാം അവൻ പ്രശ്നപരിഹാരകനാ. അമ്മ അവരോട് പറഞ്ഞു, അവര് സ്തോത്രം, അവരുടെ നോട്ട് എപ്പോഴാണെന്നറിയാമോ? യേശു അവിടെ നിന്നപ്പോ യേശു ഇങ്ങനെ നോക്കി, യേശു അപ്പുറത്തോട്ട് മാറുന്നു. അവര് അപ്പുറത്തോട്ട് മാറി നോക്കിക്കൊണ്ടിരിക്കുക. സ്തോത്രം. ചില CID-മാരൊക്കെ അടക്കുന്നവർ ഇവര് കുറെ പുള്ളി എവിടെ പോയാലും നോർത്ത് വെക്കും. യേശു അങ്ങോട്ട് പറയുന്ന യേശുവിന്റെ കൂടെ വരും. ഓടിക്കോ, യേശു ഓടുന്നു. ദൈവമക്കളെ, ഇത് മകൻ ഞാൻ പറയാം, എന്തായാലും ഈ വിഷയത്തിന്റെ പരിഹാരം അവിടെ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി. യേശു ഇങ്ങനെ പറഞ്ഞു, സ്തോത്രം,
അവരോട് പറഞ്ഞു, പുറത്തുള്ള കൽഭരണിയിലേക്ക് വെള്ളം നിറപ്പീൻ. ഞാൻ പറയാം, നയമാൻ എലീശയുടെ അടുത്ത് വന്ന് 7 വട്ടം മുങ്ങാൻ പറഞ്ഞപ്പോ അവൻ ക്രുദ്ധിച്ചു. അവന് സ്തോത്രം, അവന് വിരോധമായി തോന്നി, അവന് ക്രോധമുണ്ടായി. അവൻ സ്തോത്രം എലീശയുടെ നേരെ പിറുപിറുക്കാൻ തുടങ്ങി. ഞാൻ വിചാരിച്ചത് നീ എന്റെ നേരെ കൈയാട്ടുമെന്ന സ്തോത്രം. എന്ന കൂടെ നിന്ന ഭൃത്യം നന്നായിരുന്നത് കൊണ്ട് അവൻ ക്രമീകരിക്കപ്പെട്ടു. അവൻ പറഞ്ഞു, നിസ്സാര കാര്യം ചെയ്. ഇവിടെ നോക്കി, ഇവരാരും ക്രുദ്ധിച്ചൊന്നും ദേശു പറഞ്ഞു, അതിലോട്ട് വെള്ളം നിറയ്ക്കണം പറഞ്ഞു. ഞാൻ നിറച്ചോളാം. എന്നിട്ട് ഇവര് കൂടി നിന്നേടാ, പൊന്നുമോനെ ശ്രദ്ധിക്കണേ, സ്തോത്രം, പൊന്നുമോനെ ശ്രദ്ധിക്കണേ ദൈവമല്ലേ. പൊന്നുമോനെ ഒരു കാര്യം, ദൈവത്തിന്റെ വചനം പറയുക, പൊന്നുമോനെ ഒരു കാര്യം ദൈവത്തിന്റെ വചനമോട് എടുത്തു പറയുക. എന്താ? ക്രുദ്ധിച്ചു. ഇവിടെ പറയാൻ അവര് ദേഷ്യപ്പെട്ടില്ല. പുറത്തുള്ള കൽഭരണി വെള്ളം നിറയ്ക്കാം. ഏറെ ദിവസം പറയുന്നു, ഈ പ്രിയപ്പെട്ടവൻ എന്ത് ചെയ്തു? 2 തൊട്ടി ഉറച്ചിട്ട് പറഞ്ഞു, ഫാസ്റ്റേ എല്ലാം നമ്മൾ ഉപവാസിക്കുന്നതല്ല, കഴിക്കുന്നില്ല. ഞാൻ ഉപവാസമാണ്, ഒന്നും കഴിക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയൊന്നും വേണ്ട, ഞങ്ങൾ ഉപവസിക്കാതെ വാസം വന്നേക്കുന്നത്. ഞങ്ങൾ പ്രാർത്ഥനയൊന്നുമില്ല. ഞങ്ങൾക്കുള്ള പ്രാർത്ഥന പാസ്റ്റർ പ്രാർത്ഥിച്ചോളൂ. പുള്ളി രാവിലെ 3 മണിക്ക് എണീറ്റ് പ്രാർത്ഥന തുടങ്ങിയിട്ടുണ്ട്. സ്വത്രം. ഇനി ഞാൻ കൂടെ അതിന്റെ കൂടെ മല്ലുപിടിക്കാനും പോകുന്നില്ല, വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട. സ്വത്രം. ശ്രദ്ധിക്കണേ, വേദോസം പറയുക, ഇവര് വക്കോളം നിറച്ചത് വരെ അവർക്കറിയാം എവിടെയാ ഒഴിച്ച്. വക്കോളം നിറച്ച് കഴിഞ്ഞിട്ട് വേദോസം പറയുക, കർത്താവ് പറഞ്ഞു, പ്രാർത്ഥിക്കാനും പോയില്ല, പാടാനും പോയില്ല, സ്വന്തം പറയാൻ പോയില്ല, അനുസരിച്ചെന്ന് പറഞ്ഞു, ഇനി കോരിക്കൊടുത്തോളാം പറഞ്ഞു. അനുസരിക്കാൻ തയ്യാറായ ദൈവം പറയും, കോരി കോരി കോരി. നമ്മൾ വേറെ ചൂടാകാൻ പറ്റിയ സംഭവം അവിടെ. നമ്മൾ ഈ അത്ഭുതങ്ങളിലേക്ക് നോക്കത്തില്ല. നമ്മൾ പറയും, ഇയാൾ ഒരുമാതിരി ചൊറിയുന്ന വർത്താനം. ഇടാ കുഞ്ഞെ, നിങ്ങളിൽ അത്ഭുതം നടന്നിട്ടുണ്ട്. നീ ആരാധിക്കുമ്പോ, ദൈവത്തിനെ കേൾക്കുമ്പോ, ഭവനത്തിലേക്ക് ചെല്ലുമെന്ന് വിശ്വസിച്ചാൽ, ഇന്ന് എനിക്കുള്ള മെസ്സേജാണ്, വിശ്വസിച്ചാൽ ഒരത്ഭുതം അവിടെ നടന്നിട്ടുണ്ട്. ഞാൻ പറയാം, സ്തോത്രം, ആ പ്രോഗ്രാം കാണുമ്പോൾ ആ മിനിറ്റുകളിൽ അത്ഭുതം സംഭവിക്കണം ചോദിച്ചാൽ ആ അത്ഭുതം സംഭവിച്ചിരിക്കുന്നു എന്ന് അവർ വിശ്വസിക്കുന്നത് വേണ്ട. എന്നോട് പറഞ്ഞു അറിയത്തില്ല, സ്തോത്രം, ആലീസ് എന്ന് പറഞ്ഞൊരു പ്രിയപ്പെട്ട സഹോദരി 3 ആഴ്ച നമ്മുടെ പ്രോഗ്രാം കണ്ടു. ആ പ്രിയപ്പെട്ടവർ വളരെ ഭാരത്തിലായിരുന്നു. സ്തോത്രം, അനേക സാക്ഷ്യങ്ങൾ ദൈവത്തിന്റെ അത് ഉയർത്തുന്നു. സ്തോത്രം. ഞാനിങ്ങനെ പറയാൻ ദൈവമക്കളോട്, ഈ പ്രിയപ്പെട്ട സഹോദരികൾ പറഞ്ഞു, സ്തോത്രം, എന്റെ പാസ്റ്ററെ, സ്തോത്രം, എന്റെ ഭർത്താവ് ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്തതാ. ഞങ്ങളെ സഹായിക്കുന്നത് എന്റെ ഭർത്താവിന്റെ അനിയനാ. ഞങ്ങളുടെ മോൻ ഞങ്ങളെ ഇറക്കി വിട്ടു. എന്തിനിറക്കി വിട്ടു? ഞാൻ സ്തോത്രം സ്നാനപ്പെട്ട് ദൈവഭാഗത്തേക്ക് വേർതിരിഞ്ഞു എന്ന് എന്റെ മോൻ അറിഞ്ഞപ്പോ എന്റെ ഭർത്താവിനെ വീട്ടിൽ നിന്ന് പുറത്താക്കി. ഞങ്ങൾക്ക് സഹായമില്ല. ഞങ്ങൾ സ്തോത്രം പെറ്റു വളർത്തിയ ഞങ്ങളുടെ മോന് ഞങ്ങൾ നികൃഷ്ടമായി കണ്ടു. ഞങ്ങളെ വേണ്ട എന്ന് പറഞ്ഞു. എന്ത് സംഭവിച്ചു? മോൻ മദ്യപാനിയാണ്. IT ഫീൽഡിൽ ജോലിയുള്ള ആളാണ്. സ്തോത്രം. വരുമ്പോഴൊക്കെ തൊലിക്കാൻ ബാക്ക്ഗ്രൗണ്ടുള്ളതാണ്. ഈ പ്രിയപ്പെട്ട മാതാവ് ഞാൻ പറഞ്ഞ സ്തോത്രം, എന്റെ സഹായം അസ്തമിച്ചു. ഞങ്ങൾ റബ്ബർ സ്റ്റാമ്പ് ഉണ്ടാക്കുന്ന ഒരു ജോലി മാത്രമേ എനിക്കറിയത്തുള്ളൂ. എന്റെ ഭർത്താവിന് വലിയ കഴിവില്ല പാസ്റ്ററെ. ഈ ഓപ്പറേഷൻ കഴിഞ്ഞ പിന്നെ പുള്ളി ഒരു ബലഹീനനാണ്. എന്റെ മോനൊരു കാര്യം കൂടി പറഞ്ഞു, സ്തോത്രം, നിങ്ങൾ എന്ത് സ്നാനപ്പെട്ടോ അന്ന് മുതൽ ഇവിടെ പ്രശ്നം. പക്ഷെ എന്നോട് ഈ പ്രിയപ്പെട്ട സഹോദരി പറഞ്ഞു, പാസ്റ്ററെ, അന്ന് മുതൽ നടത്തിയിട്ടുണ്ട്. അന്ന് മുതൽ നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഓമനിച്ച് വളർത്തിയ കുഞ്ഞ് ഞങ്ങളെ സ്തോത്രം മറന്നെങ്കിലും ഒരു നടത്തിപ്പിന്റെ അങ്ങനെ സ്വർഗം പുറത്തിറങ്ങി. ഇത് കഴിഞ്ഞ 3 ആഴ്ച മുമ്പ് എന്റെ അനിയൻ വിളിച്ചു പറഞ്ഞു, ഇനി എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയത്തില്ല. വേറെ പണി നോക്കിക്കോ, വേറെ കാര്യം നോക്കിക്കോ, ഇവിടെ എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയത്തില്ല. എന്ത് സംഭവിച്ചെന്നറിയാമോ? ഈ പ്രിയപ്പെട്ട മാതാവ് അന്ന് സ്തോത്രം ജോലിക്ക് പോകണമായിരുന്നു. സ്വന്തം കടയാ. അവർക്ക് കടയിൽ പോകാൻ തോന്നില്ല. കാര്യം മനപ്രയാസം. എന്തുകൊണ്ടാ മനപ്രയാസം? നിങ്ങൾ പറയാം, എന്തുകൊണ്ടാ മനപ്രയാസം? അങ്ങോട്ട് ജീവിക്കാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യും? വന്ന് ഓൺ ചെയ്തപ്പോ ഈ അല്ലിങ്ങനെ പറഞ്ഞു,
സ്തോത്രം. ഞാൻ കേൾക്കുന്ന ആദ്യത്തെ വേർഡ് വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വക്കാർ. ഈ പ്രിയപ്പെട്ട സഹോദരി വിഷമത്തോടെ നമ്മുടെ ചെയ്തു. നമുക്ക് വിഷമം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോൾ പാട്ട് കേൾക്കണം തുടങ്ങും, അല്ലെങ്കിൽ സ്തോത്രം പ്രൈസവോ ഒരു സ്തോത്രം മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ സിനിമകളാണ് അതാണ്. ഈ പ്രിയപ്പെട്ട സഹോദരി പ്രശ്നത്തിന് നടുവിൽ എന്ത് ചെയ്തു? ഈ പ്രോഗ്രാം പെങ്ങളെ എന്തോ സംഭവിച്ചെന്നറിയാമോ? ഈ പ്രിയപ്പെട്ടവളുടെ വിഷയത്തെ ദൈവത്തിന്റെ ആത്മാവോട് സംസാരിച്ചു നമ്മൾ വിളിച്ചു പറഞ്ഞു. പ്രിയപ്പെട്ടവൾ കരഞ്ഞു പ്രാർത്ഥിച്ചു, ആമേൻ പറഞ്ഞു. എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഒറ്റ മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു ഫോൺ കോൾ, നോക്കിയപ്പോ ഗൾഫിലെ കോളാണ്. സഹോദരൻ വിളിച്ചിട്ട് പറയാം, ഞാൻ സ്തോത്രം 1 മാസത്തേക്കോ 2 മാസത്തേക്കോ അല്ല പണം വാങ്ങിച്ചിരിക്കുന്നത്, 6 മാസത്തേക്കുള്ള പൈസ ഒരുമിച്ച് ബാങ്കിൽ 1/2 മണിക്കൂർ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 10 മിനിറ്റ് കഴിഞ്ഞ് നിനക്ക് പോയി എടുക്കാൻ. കാരണം സ്തോത്രം പ്രൈസലോ ഇന്റർനെറ്റ് ബാങ്കിൽ കൂടെ സ്തോത്രം നിന്റെ അക്കൗണ്ടിൽ ചെന്ന് പോയിട്ടുണ്ട്. ഇന്ന് പകൽ മനസ്സിലാകും ഒരു സ്തോത്രം പറഞ്ഞാട്ട്. സഹോദരി പറഞ്ഞു, സ്തോത്രം ഈ സാക്ഷ്യം ഞാൻ അടുത്ത സൺഡേ തന്നപ്പോ എന്റെ ചർച്ചയിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നല്ല ചർച്ച. ആരും പോലെ സ്തോത്രം, അല്ലെങ്കിൽ അവളെ അന്നും പുറത്താക്കി ഇവിടെ വിട്ടായിരുന്നു. സ്തോത്രം പ്രൈസലോ. ഈ സഹോദരി പറഞ്ഞു, ഞാൻ ഒത്തിരി സ്തോത്രം എന്റെ ബന്ധുമിത്രാരോട് പറഞ്ഞു, സ്നേഹിതരോട് പറഞ്ഞു, കൂട്ടുകാരോട് പറഞ്ഞു, പാസ്റ്ററെ സ്തോത്രം ദൈവം ഇറങ്ങി പ്രവർത്തിച്ചു. ഇപ്പോൾ ഒരു കാര്യമുണ്ട്, ഈ ബുധനാഴ്ചത്തെ പ്രോഗ്രാം 9 മണിക്ക്. ഞാൻ ബുധനാഴ്ച മാത്രം ലേറ്റ് ആയിട്ട് തുറക്കും. എന്താണെന്നറിയാമോ? എനിക്ക് പ്രോഗ്രാം കാണും.